തൃശൂർ രാഗം സുനിൽ വധശ്രമക്കേസിൽ പ്രതി റാഫേലിനെതിരെ ലുക്കൌട്ട് സർക്കുലർ ഇറക്കി പോലീസ്. പ്രവാസി വ്യവസായിയായ റാഫേലിനെതിരെയാണ് ലുക്കൌട്ട് സർക്കുലർ ഇറക്കിയത്. സുനിലുമായുള്ള സാമ്പത്തിക തർക്കത്തിൽ റാഫേൽ കൊട്ടേഷൻ കൊടുത്തെന്നാണ് പോലീസിന്റെ കണ്ടെത്തൽ. റാഫേലിനെ കണ്ടെത്താനുള്ള ശ്രമത്തിലാണ് പോലീസ്. ഇയാളുടെ പൊഴോലിപ്പറമ്പിലിന്റെ വീട്ടിൽ പോലീസ് പരിശോധന നടത്തുകയാണ്. നിലവിൽ ഇരിങ്ങാലക്കുടയിലെ വീട് പൂട്ടിയ നിലയിലാണ്. സിനിമ നിർമ്മാതാവും ഇരിങ്ങാലക്കുടയിലെ തിയേറ്റർ ഉടമയുമാണ് റാഫേൽ. സുനിലുമായുള്ള സാമ്പത്തിക തർക്കത്തിൽ റാഫേൽ കൊട്ടേഷൻ കൊടുത്തെന്നാണ് പോലീസിന്റെ കണ്ടെത്തൽ. റാഫേലിനെ ഇന്ത്യയിൽ വിമാനമിറങ്ങിയാൽ പിടികൂടാനാണ് അന്വേഷണ സംഘത്തിന്റെ തീരുമാനം. എല്ലാ വിമാനത്താവളങ്ങളിലേക്കും ലുക്കൌട്ട് സർക്കുലർ ഇറക്കിയിട്ടുണ്ട്. തന്നെ വെട്ടിക്കൊല്ലാൻ സിജോയ്ക്ക് കൊട്ടേഷൻ നൽകിയത് റാഫേലാണെന്ന് സുനിൽ ആരോപിച്ചിരുന്നു. സിനിമാ വിതരണത്തിലെ സാമ്പത്തിക ഇടപാടിനെ ചൊല്ലി റാഫേലുമായി തർക്കമുണ്ടായി. 1 വർഷം മുൻപ് സിജോ ഭീഷണിപ്പെടുത്തിയത് റാഫേൽ പറഞ്ഞിട്ടാണ്. സിജോയും റാഫേലും 1 വർഷം മുമ്പത്തെ കേസിൽ കൂട്ടുപ്രതികളാണ്. സുനിലിനെ വെട്ടിയ കേസിൽ റിമാൻഡിലാണ് സിജോ. ഇരിങ്ങാലക്കുട മാസ് തിയേറ്റർ ഉടമയാണ് റാഫേൽ പൊഴോലിപ്പറമ്പിൽ. സുനിലിനെ വെട്ടിയ 2 ഗുണ്ടകൾ കഴിഞ്ഞ ദിവസം പിടിയിലായിരുന്നു. ആലപ്പുഴ കരുവാറ്റ സ്വദേശികളായ ആദിത്യനും ഗുരുദാസുമാണ് പിടിയിലായത്. സുനിലിന്റെ ഡ്രൈവറെ ഇടം കൈ കൊണ്ട് വെട്ടിയത് ആദിത്യനായിരുന്നു. ഗുണ്ടകൾക്ക് കൊട്ടേഷൻ നൽകിയ സിജോ നേരത്തെ പിടിയിലായിരുന്നു. 1 വർഷം മുൻപ് തിയേറ്ററിൽ വന്ന സുനിലിനെ ഭീഷണിപ്പെടുത്തിയ കേസിൽ പ്രതിയാണ് സിജോ. കൂടാതെ ഗുണ്ടകൾക്ക് കാറുകൾ തരപ്പെടുത്തിയ 3 പേരും പിടിയിലായിരുന്നു. 3 ലക്ഷം രൂപയ്ക്ക് പ്രവാസി വ്യവസായിയാണ് കൊട്ടേഷൻ നൽകിയത്. മീഡിയ ടൈം, തൃശൂർ.